ആദ്യമായി എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ നേരുന്നു. ഇന്ന് ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ശ്രീ അടൽ ബിഹാരി വാജ്പേയിയുടെ ജന്മദിനമാണ്. ഭാരതീയ ജനതാ പാർട്ടി ദേശീയ തലത്തിൽ അദ്ദേഹത്തിന്റെ ജന്മശതാബ്ദിയുടെ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ദിവസം കൂടിയാണിന്ന്. ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ വളരെ നിർണായകമായിട്ടുള്ളൊരു കാലഘട്ടത്തിൽ പ്രധാനമന്ത്രി പദം അലങ്കരിച്ച മഹാനാണ് ശ്രീ അടൽ ബിഹാരി വാജ്പേയി. ദാരിദ്ര്യ നിർമ്മാർജ്ജനം തൊട്ട് അടിസ്ഥാന സൗകര്യങ്ങളുടെയും പശ്ചാത്തല വികസനത്തിന്റെയും ഒക്കെ മേഖലകളിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളാണ് ഇന്നും ഭാരതീയ ജനതാ പാർട്ടിയുടെയും ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെയും നേതൃത്വത്തിൽ ശ്രീ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ മാർഗദർശകമായിട്ട് നിലനിൽക്കുന്നത്. അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് തുടങ്ങിവെച്ച ഗോൾഡൻ ക്വാഡ്രിലേറ്ററൽ സുവർണ ചത്വരം ആ പദ്ധതിയാണ് തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള നമ്മുടെ കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ദേശീയപാത വികസനത്തിന്റെ അടിസ്ഥാനമായിട്ട് മാറിയിട്ടുള്ളത്. വിവിധ മേഖലകളിൽ കണക്ടിവിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നടത്തിയ ശ്രമങ്ങൾ, ആ ശ്രമങ്ങൾക്കും തുടക്കം കുറിക്കപ്പെട്ടത് ശ്രീ അടൽജിയുടെ നേതൃത്വത്തിലാണ്. ഇന്ത്യയുടെ വിദേശ നയത്തിൽ അടക്കം നിർണായകമായിട്ടുള്ള സംഭാവനകൾ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുണ്ടായി. ആ ഒരു കാലഘട്ടത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ അവസരത്തിൽ അദ്ദേഹത്തിന്റെ സംഭാവനകളെ സ്മരിക്കാൻ വേണ്ടിയിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യവും ഇന്ന് സദ്ഭരണ ദിനമായിട്ട് ആചരിക്കാനുള്ള തീരുമാനം വിവിധ സംസ്ഥാനങ്ങളും കേന്ദ്ര സർക്കാരും എടുത്തിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ട് കൂടിയിട്ടുള്ള ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അല്ല, ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു പൂർണ്ണ അർത്ഥത്തിലുള്ള കോൺഗ്രസ് ഇതര സർക്കാർ, അങ്ങനെ ഒരു സർക്കാർ നിലവിൽ വന്നത് ശ്രീ അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിലായിരുന്നു. ആ സർക്കാർ മുന്നോട്ട് വെച്ച ആ ആശയങ്ങളെ പിൻപറ്റിക്കൊണ്ടാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ കൂടുതൽ ആ വികസനത്തിന്റെ പാതയിൽ കൂടുതൽ മുന്നോട്ടേക്ക് പോയിട്ടുള്ളത്. അതൊക്കെ സംസ്ഥാന അധ്യക്ഷന്റെ ചുമതലയിൽപ്പെടുന്ന കാര്യങ്ങളാണ്. ആ കാര്യങ്ങളെ കുറിച്ച് ഞാൻ മറുപടി പറയുന്നത് ശരിയല്ല. അല്ല, അദ്ദേഹത്തിന് ശബരിമല സ്വർണ്ണക്കൊള്ള തെരഞ്ഞെടുപ്പ് വിഷയം വൈകിട്ടില്ലല്ലോ, നാളെയല്ലേ തെരഞ്ഞെടുപ്പ്. ഇപ്പോൾ ഇത് സാധാരണ മേയറെ തെരഞ്ഞെടുപ്പ് കൗൺസിലർമാരുടെ യോഗമാണ് മേയറെ തെരഞ്ഞെടുക്കുന്നത്. ഇപ്പോൾ ഇത് ഇവിടെ നിൽക്കാതെ അധ്യക്ഷൻ ഡൽഹിയിലേക്ക് പോയിരിക്കുന്നത് ഇവിടെ തീർപ്പാക്കാത്തത് കൊണ്ടാണോ, എന്താണ് അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. ഇവിടെ തീർപ്പാകാത്തത് കൊണ്ട് അദ്ദേഹം ഡൽഹി പോയതാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. പാർട്ടിയുടെ ഭരണഘടനയിൽ അതിനെക്കുറിച്ച് ഒരു പരാമർശമില്ല. അല്ല, പാർട്ടിയുടെ ഭരണഘടനയിൽ മേയർ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പാർട്ടിയിൽ എങ്ങനെയാണ് നടക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ഒന്നും പറയാത്തതുകൊണ്ട് എനിക്കതിനെക്കുറിച്ച് പറയാം. പിന്നെ ആദ്യമായിട്ടാണ് നമുക്കൊരു മേയറെ കിട്ടുന്നത്, അതുകൊണ്ട് കീഴ്വഴക്കം പറയാനും എനിക്കറിയില്ല. എല്ലാ ഘടകങ്ങളും പരിഗണിച്ചുകൊണ്ടായിരിക്കും തീരുമാനമെടുക്കുന്നത്. അല്ല, അതാ പറഞ്ഞ എല്ലാ ഘടകങ്ങളും. അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, സംസ്ഥാന അധ്യക്ഷൻ ഇതെല്ലാം ചുമതല അദ്ദേഹത്തിൻ്റെതാണ്. അദ്ദേഹം ഉചിതമായിട്ടുള്ള ഒരു നടപടി ഈ കാര്യത്തിൽ വേണ്ട സമയത്ത് കൈക്കൊള്ളും. നാളെ നിങ്ങൾക്കൊരു സംശയവും വേണ്ട, നാളെ മേയർ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ BJPക്ക് സ്ഥാനാർത്ഥി ഇല്ലാത്ത പ്രശ്നം ഉണ്ടാവില്ല. നിങ്ങൾക്ക് അങ്ങനെ ഒരു ആശങ്കയല്ലേ നിങ്ങൾക്കുള്ളത്? ആ ആശങ്ക വേണ്ട. വൈകിട്ടില്ലല്ലോ, നാളെയല്ലേ തെരഞ്ഞെടുപ്പ്. ആര് പറഞ്ഞു പേരിലേക്ക് എത്തിയിട്ടില്ല? അല്ല, അത് പറയണ്ട, നാളെ പറഞ്ഞ പോരെ.
നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും, അതിന് മുൻകൂട്ടി പ്രഖ്യാപിക്കുക അങ്ങനെയൊന്നും വേണമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ. അല്ല, ഇതൊക്കെ നാളെ രാവിലെ അറിയാലോ നിങ്ങൾക്ക്. നാളെ രാവിലെ മേയറുടെ കാര്യം അറിയാം, ഉച്ചയാകുമ്പോൾ ഡെപ്യൂട്ടി മേയറുടെ കാര്യം അറിയാം. ഈ ശബരിമല സ്വർണ്ണക്കൊള്ള തെരഞ്ഞെടുപ്പിൽ പരാജയ കാരണമായിട്ടില്ലെന്നായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി ഉദ്ദേശം പറഞ്ഞത്. പക്ഷെ ഇതിന് മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ ശബരിമലയും തിരിച്ചടി കാരണമായിട്ടുണ്ടാകാം എന്ന് പറയുന്നു. അത് തിരിച്ചറിവാണോ CPM? അല്ല, അവർക്ക് പല കാര്യങ്ങളും അവർക്ക് മനസ്സിലാകുന്നത് വൈകിട്ടാണെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അത് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും തമ്മിലുള്ള അഭിപ്രായ ഭിന്നത തീർക്കേണ്ട ഉത്തരവാദിത്തം എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ ആ കാര്യത്തിൽ എന്തെങ്കിലും അഭിപ്രായം പറയേണ്ട കാര്യമില്ല. അത് അവർ തമ്മിൽ തീർക്കട്ടെ. എങ്ങനെയാണ് കഴിഞ്ഞ ഒരു 10 വർഷത്തെ ഒരു വോട്ട് ശതമാനത്തിലേക്ക് പിന്നോട്ട് പോയി? ഇപ്പൊ ഏറ്റവും കണക്ക് അതെല്ലാം പാർട്ടി വിശദമായിട്ട് വിലയിരുത്തൽ നടത്തിയിട്ട് കഴിഞ്ഞ ദിവസം MT രമേശ് ആ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ആ വിശദീകരിച്ചതാണ് പാർട്ടിയുടെ നിലപാട്. അതായത് UDF LDF ബന്ധം ഉണ്ടായി അല്ലെങ്കിൽ MT രമേശ് പറഞ്ഞത് ഞാൻ വീണ്ടും ആവർത്തിക്കണ്ടല്ലോ, അതിനെ വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല. MT രമേശ് പറഞ്ഞത് വേണമെങ്കിൽ പ്രസ്താവന എന്റെ കയ്യിൽ ഇപ്പോൾ ഇല്ല, ഞാൻ നിങ്ങൾക്ക് എത്തിച്ചേരാം. അല്ല, അതൊക്കെ ആ സമയത്ത് നിങ്ങളുടെ പോലെയുള്ള മാധ്യമപ്രവർത്തകർ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ട്, മറുപടിയും പറഞ്ഞിട്ടുണ്ട്. മേയറുടെ തെരഞ്ഞെടുപ്പിനേക്കാൾ പ്രാധാന്യമുള്ള നിരവധി വിഷയങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതോടൊപ്പം തന്നെ കാരണം ഇന്നലെ ഒരു മിനിറ്റ് മേയറുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് നിങ്ങൾ തിരിച്ചു മറിച്ചൊക്കെ പലതും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഈ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഇന്നലെ നടത്തിയ ഒരു പ്രസ്താവന കേരളത്തിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ സംസ്ഥാന ഗവൺമെന്റ് ഒരു പുതിയ കാർഡ് ഇറക്കാൻ പോകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയിട്ടുള്ള നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു യുണീക്ക് ഐഡന്റിറ്റി കാർഡുണ്ട്. ആധാർ കാർഡ് അതിന്റെ അടിസ്ഥാനത്തിലാണ്. ആ ആധാർ കാർഡിന്റെ അധികാരത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണോ കേരള സർക്കാർ പുതിയ ഈ ഐഡന്റിറ്റി കാർഡ് ഇറക്കാൻ പോകുന്നത്? ഈ പുതിയ ഐഡന്റിറ്റി കാർഡിന് നിയമസാധുത ഏത് തരത്തിലാണ് ഉണ്ടാവുക? ഇന്ത്യൻ ഭരണഘടനയിൽ ഇല്ലാത്ത ഒരു കാര്യം, സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക ഒരു സർട്ടിഫിക്കറ്റ് നൽകാൻ അല്ലെങ്കിൽ കാർഡ് നൽകാനുള്ള അധികാരം. ആ അധികാരം സംസ്ഥാന സർക്കാർ ഏത് വകുപ്പുകളുടെ അടിസ്ഥാനത്തിൽ, ഭരണഘടനയുടെ ഏത് വകുപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്യാൻ പോകുന്നത്? അതോ ആരെങ്കിലും മുഖ്യമന്ത്രിയെ സമീപിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ആരെങ്കിലുമായിട്ട് ഒരു കരാർ ഏർപ്പെടാനുള്ള തയ്യാറെടുപ്പിന്റെ തുടക്കം എന്നുള്ള നിലയിലാണോ ഈ പ്രഖ്യാപനം? ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ മുന്നിൽ ഇതുപോലെയുള്ള നിരവധി ഉദാഹരണങ്ങൾ ഈ സർക്കാരിൻ്റെതായിട്ടുണ്ട്. ഇപ്പൊ സിൽവർ ലൈൻ എന്ന് പറഞ്ഞ് നാട് മുഴുവൻ മഞ്ഞക്കുറ്റി സ്ഥാപിച്ച് ഏതാണ്ട് 75 കോടി രൂപ ചെലവിട്ടു. ഇപ്പൊ ആ മഞ്ഞക്കുറ്റിയൊക്കെ പിഴുതെടുക്കാൻ വേണ്ടിയിട്ട് കുറെ പണം ചെലവിടാൻ പോകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതൊന്നും പിണറായി വിജയന്റെ തറവാട്ടെന്ന് കൊണ്ടുവരുന്ന പണമല്ല. ഇതൊക്കെ ഈ നാട്ടിലെ സാധാരണ നികുതിദായകൻ, ആ നികുതിദായകൻ നൽകുന്ന നികുതി പണത്തിൽ നിന്നാണ് ഈ പണം മുഴുവൻ ചെലവാക്കാൻ പോകുന്നത്. അതുപോലെ ഒരാൾക്കും പ്രയോജനപ്പെടുത്താത്ത, ഒരു സാധുതയുമില്ലാത്ത ഒരു കാർഡ് നൽകുന്നു എന്നുള്ള പ്രഖ്യാപനം, ആ പ്രഖ്യാപനം ഇതുപോലെ ആരെങ്കിലുമായിട്ട് കരാറുണ്ടാക്കി ആ കരാറിന്റെ ഒരു അംശം വരുന്ന തെരഞ്ഞെടുപ്പിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് അവരുടെ തെരഞ്ഞെടുപ്പ് ഫണ്ട് സമാഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമത്തിന്റെ തുടക്കമായിട്ടാണോ ഈ പ്രഖ്യാപനം ഇന്നലെ നടന്നത് എന്നുള്ള ആശങ്ക ഈ കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. കാരണം ഈ സർക്കാർ ഇതുപോലെ നടത്തിയിട്ടുള്ള നിരവധി കാര്യങ്ങൾ നികുതിദായകന്റെ പണം നഷ്ടപ്പെടുത്തുന്ന തീരുമാനങ്ങൾ, നികുതിദായകന്റെ കീശ കാലിയാക്കുന്ന തീരുമാനങ്ങൾ, ആ തീരുമാനങ്ങൾ എടുത്തിട്ടുള്ള ഒരു സർക്കാരാണ്. മഞ്ഞക്കുറ്റി അതിലെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ്. സിൽവർ ലൈനിന്റെ പേരിൽ ചെലവാക്കിയ തുക, ഈ പദ്ധതി നടപ്പാവില്ല എന്ന് മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് തന്നെ നാട് മുഴുവൻ മഞ്ഞക്കുറ്റി സ്ഥാപിച്ചു. ആർക്കൊക്കെയാണ് അതിന്റെ പേരിൽ പ്രയോജനം ഉണ്ടായത് എന്ന് അന്വേഷിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. അതേപോലെ ഈ പുതിയ കാർഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആരുമായിട്ടാണ് കരാർ ഒപ്പിട്ടിരിക്കുന്നത്? അതല്ല, ആരെങ്കിലുമായിട്ട് കരാർ ഒപ്പിടാനുള്ള തീരുമാനം സർക്കാരിന്റെ തലത്തിലോ പാർട്ടി തലത്തിലോ എടുത്തതിന്റെ അടിസ്ഥാനത്തിലാണോ? ഇതിൽ വലിയൊരു അഴിമതി സംശയിക്കുന്ന ഒരു സാഹചര്യമാണ്
മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനത്തിലൂടെ ഇന്നലെ ഉണ്ടായിട്ടുള്ളത്. ഈ മുഖ്യമന്ത്രി പറഞ്ഞ ആധാറിന് പകരമല്ല, പക്ഷേ ആധാർ പോലുള്ള രേഖകൾ ഉള്ളപ്പോഴും പലരും തങ്ങൾ ഇവിടുത്തെ പൗരന്മാരാണ് തെളിയിക്കേണ്ട ഒരു ദുര്യോഗം വന്നിട്ടുണ്ട്. അത് മറികടക്കാനാണ് എന്നാണ് അതിനെന്ത് നിയമസാധുതയുണ്ട്? നിയമസാധുത ഭരണഘടനയുടെ ഏത് വകുപ്പ് അനുസരിച്ചിട്ടാണ് സംസ്ഥാന സർക്കാർ നൽകുന്ന ഒരു രേഖ, ആ രേഖ ആധാറിന് വിരുദ്ധമാണെങ്കിൽ ഏത് രേഖയാണ് അടിസ്ഥാനപരമായിട്ട് പരിഗണിക്കപ്പെടുക? അത് ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചാൽ മതി. അല്ലെങ്കിൽ ഈ കാർഡ് പുറത്തു വന്നതിന് ശേഷം ഇതേപോലെ കാർഡ് ഉണ്ടാക്കുന്ന കമ്പനിക്കാർക്ക് കുറെ പണം കൊടുക്കും, അതിന്റെ ഒരു അംശം മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർക്ക് കിട്ടും, ഈ നാട്ടിലെ ജനങ്ങൾക്കാർക്കും ഒരു പ്രയോജനം ഉണ്ടാകും. കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ ലംഘനം ആരോപിച്ചുകൊണ്ട് CPI ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുത്തിട്ടുണ്ട്. ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് സത്യപ്രതിജ്ഞ നടത്തിയത്, അതുകൊണ്ട് അത് അസാധുവാകുന്നതാണ് പറയുന്നത്. കോടതി തീരുമാനിച്ചോട്ടെ. കാവിലമ്മയുടെയും ബലിദാനികളുടെയും കോടതിയിലല്ലേ കൊടുത്തിരിക്കുന്നത്, എന്റെ അടുത്ത് തന്നിട്ടില്ല. അതല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചോട്ടെ, അത് ഞാനെന്ത് ചെയ്യും? എനിക്കൊന്നും പറയാൻ പറ്റില്ല. കേന്ദ്രമന്ത്രി ലോകം മുഴുവനുള്ള എല്ലാ കാര്യങ്ങളും പറയാം. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചട്ടങ്ങളും നിയമങ്ങളും പരിശോധിച്ചിട്ട് തീരുമാനം എടുക്കട്ടെ. ആ തീരുമാനം വന്നതിന് ശേഷം നമുക്ക് ആലോചിക്കാം. ആ വിലയിരുത്തലിന്റെ പൂർണ്ണമായിട്ടുള്ള വിവരം MT രമേശാണ് വിശദീകരിച്ചത്. ആ വിശദീകരണത്തിന്റെ കോപ്പി വേണമെങ്കിൽ ഞാൻ എത്തിക്കാം. മറ്റൊരു വിഷയം ബിനോയ് വിശ്വം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംസ്ഥാന അധ്യക്ഷൻ നേരിട്ടെത്തി പത്രസമ്മേളനത്തിൽ തന്റെ മണ്ഡലവും അതുപോലെ തന്നെ താൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള വാർത്താ സമ്മേളനം ഒരു ഏകാധിപത്യ നടപടിയിലേക്ക് BJP പോകുന്നു എന്നുള്ളതാണ്. അത് നിയമപരമായിട്ട് അദ്ദേഹത്തിന് ചോദ്യം ചെയ്യാം, നിയമത്തിന് വിരുദ്ധമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ. അല്ല, അദ്ദേഹം ചോദിച്ച പാർട്ടിയിലെ ഉൾപാർട്ടി ജനാധിപത്യം ഇല്ലാതാക്കി എന്നാണ് പുതിയ സംസ്ഥാന അധ്യക്ഷൻ നേരെയുള്ള ഒരു ആരോപണം. ബിനോയ് വിശ്വം BJP മെമ്പർ അല്ലല്ലോ. ബിനോയ് വിശ്വം ആദ്യം BJP മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ BJPക്ക് അകത്തുള്ള കാര്യങ്ങളെ കുറിച്ച് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ ഞങ്ങൾ പരിഗണിക്കും. നിയമത്തെ സ്ഥാനാർത്ഥി ആയി കഴിഞ്ഞു, അധികം ആവർത്തിച്ച് പറഞ്ഞു. കഴക്കൂട്ടത്ത് ഉറപ്പിക്കാറായിട്ടുണ്ടോ സ്ഥാനാർത്ഥിയായി? കഴക്കൂട്ടത്തെ കാര്യം എനിക്കറിയില്ല, അത് പാർട്ടിയാണ് തീരുമാനം. അങ്ങാണ് കഴിഞ്ഞ മത്സരിച്ചത്, ഇത്തവണയും എനിക്ക് മത്സരിക്കാൻ പിന്നെ പാർട്ടി തീരുമാനിക്കുകയാണെങ്കിൽ ഞാൻ മത്സരിക്കുമല്ലോ. നേരത്തെ പ്രഖ്യാപിക്കുകയോ ഇല്ലയോ എന്നുള്ളതൊക്കെ തെരഞ്ഞെടുപ്പിന് ഇനിയും കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസത്തിലാ തെരഞ്ഞെടുപ്പ് നടന്നത്. കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞാൽ 2021 ഇനി 2-3 മാസം ഉണ്ടല്ലോ. അപ്പൊ അതിനിടയിൽ നിങ്ങളെല്ലാവരും ഉണ്ട്, ഇവിടെ ഉണ്ടാവും, ഞാനിവിടെ ഉണ്ടാവും, നമ്മൾ തമ്മിൽ കാണാം. ഈ പാലക്കാട് മറ്റൊരു വിഷയം, ശ്രീ കൃഷ്ണകുമാർ ഈ കുട്ടികളെ അധിക്ഷേപിക്കുന്ന തരത്തിൽ മദ്യപിച്ചിട്ടാണ് വന്നത് കരോൾ നടത്തിയത് എന്നുള്ള രീതിയിലുള്ള ഒരു പരാമർശം പാലക്കാട് നിന്ന് ഞാൻ കണ്ടില്ല, പരാമർശം കണ്ടില്ല. അത്തരത്തിലുള്ള സാധ്യത ഉണ്ടോ? BJP പ്രവർത്തകനാണ് പിടിയിലായിട്ടുള്ളത്. എവിടെ പിടിയിലായി? പാലക്കാട് കരോൾ എന്തിന്? അങ്ങനെ ഒരു കരോൾ സംഘമേ അവിടുത്തെ പള്ളിയിൽ നിന്ന് പോയിട്ടില്ല എന്ന് അവിടുത്തെ ബിഷപ്പ് പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അതിന് DYFIയുടെ കരോൾ സംഘമാണോ എന്ന് എനിക്കറിയില്ല. രാഷ്ട്രീയ മുതലെടുപ്പിനാണ് ശ്രമിച്ചത്. അറിയില്ല, നോക്കാം, അന്വേഷിച്ച് നോക്കാം. നിങ്ങളും അന്വേഷിച്ച് നോക്ക്, ഞാനും അന്വേഷിക്കാം. പേര് പറഞ്ഞാൽ അത് സത്യപ്രതിജ്ഞ ലംഘനമാണ്. അല്ല, എനിക്കറിയില്ല. അത് നിയമം, നിങ്ങൾക്ക് നമ്മുടെ മുന്നിൽ നിയമങ്ങളില്ലെന്ന് നിങ്ങൾ നോക്കുക, ഞാനും നോക്കുക, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോക്കട്ടെ. അവസാനമായിട്ട് ഞാനും നിങ്ങൾ കൂടി തീരുമാനിക്കേണ്ട വിഷയമല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിക്കേണ്ട വിഷയം. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിക്കും. അതെ അതെ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിക്കട്ടെ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിക്കട്ടെ. പാർട്ടി അറിഞ്ഞിരിക്കുമല്ലോ അത്തരത്തിൽ മാറ്റി ഒരു ദൈവനാമത്തിന് പകരം ഒരു ദൈവത്തിന്റെ പേരിൽ സത്യപ്രതിജ്ഞ തീരുമാനിച്ചെങ്കിൽ അത് പാർട്ടി അറിയുമല്ലോ. അല്ല, അതിനെക്കുറിച്ച് പരാതി ഇപ്പോൾ ഉള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുന്നിലാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുന്നിലുള്ള ഒരു വിഷയത്തെക്കുറിച്ച് ഞാൻ അഭിപ്രായം പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സ്വാധീനിക്കാനാണെന്നൊക്കെ നാളെ നിങ്ങൾ തന്നെ പറയും. അത് ചെയ്യാതിരിക്കുന്നതല്ല നല്ലത്, പ്രത്യേകിച്ച് ഒരു മുൻ കേന്ദ്രമന്ത്രി. എന്തായാലും അദ്ദേഹം ഒരു കൗൺസിലർ ആയിരിക്കും. അല്ല, അതാ പറഞ്ഞത്, അത് ഹി ഓർ ഷീ ആരാണെങ്കിലും ഒരു കൗൺസിലർ തന്നെ ഉള്ളൂ, അല്ലാത്ത ഒരാളെ എന്തായാലും എടുക്കില്ല. നമുക്ക് ഒരു 24 മണിക്കൂറല്ലേ ആവശ്യമുള്ളൂ. ഇതിപ്പോ സമയം 10-11 മണി, നാളെ രാവിലെ ഈ സമയം ആകുമ്പോഴത്തേക്കാണ്. അല്ല, ഞാൻ പറയാം, 24 മണിക്കൂറിനകം അറിയാം.